മാമി തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ കാണാതായ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരയും കണ്ടെത്തി. ഗുരുവായൂരിൽ വെച്ചാണ് ഇരുവരെയും പോലീസ് കണ്ടെത്തിയത്. ഇവർ ഗുരുവായൂരിൽ മുറിയെടുത്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. രജിത്തിനെയും ഭാര്യയെയും വെള്ളിയാഴ്ച തന്നെ നാട്ടിലെത്തിക്കും. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ രജിത്ത് വെള്ളിയാഴ്ച ഒരു ശബ്ദ സന്ദേശം അയച്ചിരുന്നു. തന്റെ കുടുംബം തകർന്നാൽ പലർക്കും സമാധാനം കിട്ടുമെന്നായിരുന്നു വാട്സാപ്പ് സന്ദേശം. ഇതിന് പിന്നാലെയാണ് ഹോട്ടലിൽ നിന്നും രജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. മനസമാധാനത്തിന് വേണ്ടിയാണ് ഗുരുവായൂരിൽ പോയതെന്നും രജിത്ത് പറഞ്ഞു. അതേസമയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിന് പിന്നാലെ രജിത്തിനെയും ഭാര്യ തുഷാരയും കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് തുഷാരയുടെ സഹോദരൻ സുമർജിത്ത് നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ബാലുശ്ശേരി എരമംഗലം കൊക്കലൂർ മുഹമ്മദ് ആട്ടൂർ എന്ന മാമി കാണാതായ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവറെയും ഭാര്യയും കാണാതായത്. ഡ്രൈവർ രജിത് കുമാർ, ഭാര്യ തുഷാര എന്നിവരെയാണ് ഇന്നലെ മുതൽ കോഴിക്കോട് നിന്നും കാണാതായത്. ശേഷമാണ് അവരെ ഗുരുവായൂരിൽ നിന്നും കണ്ടെത്തിയത്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തിൽ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു ഇരുവരും. വ്യാഴാഴ്ച മുറി വെക്കേറ്റ് ചെയ്ത് ലോഡ്ജിൽ നിന്നും പോയി എന്നും പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് പരാതി ലഭിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇരുവരും വീട്ടിൽ നിന്ന് പോയത്. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നുവെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടക്കാവ് പോലീസ് അന്വേഷണം നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഈ ഓട്ടോറിക്ഷ കണ്ടെത്താനും പോലീസ് ശ്രമിച്ചിരുന്നു. മാമി തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന രജിത് കുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിന് മാമി തിരോധാന കേസിൽ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം സംശയിച്ചിരുന്നു. ഇതിനിടെയാണ് ഇരുവരെയും ദുരൂഹ സാഹചര്യത്തിൽ ഇന്നലെ കാണാതായത്. ഏലത്തൂർ സ്വദേശിയായ രജിത് കുമാറും ഭാര്യ തുഷാരയും ഏതാനും നാളുകളായി ഏലത്തൂരിലെ വീട് ഒഴിവാക്കി കോഴിക്കോട് മാവൂർ റോഡിലെ NYK ടൂറിസ്റ്റ് ഹോമിലായിരുന്നു താമസം. എന്നാൽ ഇന്നലെ രാവിലെ 9 മണിക്ക് ഇവർ ഇവിടെ നിന്നും റൂം ഒഴിവാക്കിയിരുന്നു. പുറത്തുപോയ ഇരുവരെയും കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും ലഭിച്ചില്ല. 2-ന് തലക്കുളത്തൂരിൽ ഫോൺ ഓണായി ഭാര്യയും സുഹൃത്തിനെയും വിളിച്ചുവെങ്കിലും അതേസമയം മാമിയെ കാണാതായതിന് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണയുടെ നേതൃത്വത്തിൽ 2 മാസം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. എന്നിട്ട് ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതും. കഴിഞ്ഞ ജൂലൈ 10-ന് ADGP MR അജിത് കുമാർ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നിട്ടും തുമ്പൊന്നും ഉണ്ടാക്കാനായില്ല. 2023 ഓഗസ്റ്റ് 21-നാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 22-ന് ഉച്ചവരെ അത്തോളി പറമ്പത്ത് തലക്കുളത്തൂർ ഭാഗത്തായി ഉള്ളതായി കണ്ടെത്തിയിരുന്നു. പിന്നീട് 147 പേരെ ചോദ്യം ചെയ്തു. 1000-ലേറെ ഫോൺ കോളുകളും പരിശോധിച്ചു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുടുംബം അതൃപ്തി അറിയിച്ചിരുന്നു. അതേ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അന്വേഷണം കോഴിക്കോട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. തിരോധാന കേസ് അന്വേഷണ സംഘത്തലവനായ മലപ്പുറം SP S ശശിധരൻ കേസ് CBIക്ക് കൈമാറണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് അന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. പ്രത്യേക അന്വേഷണ സംഘം 1 വർഷം അന്വേഷിച്ചിട്ടും യാതൊരു തുമ്പും കണ്ടെത്താൻ സാധിക്കാത്ത കേസാണ് ഒടുവിൽ ക്രൈംബ്രാഞ്ചിന് വിട്ടത്. പ്രത്യേക സംഘം രൂപവൽക്കരിച്ച് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് നൽകിയിരുന്നത്. മാമിയുടെ തിരോധാനം CBI അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നിരന്തരം സമ്മർദ്ദങ്ങൾ ചെലുത്തിയിരുന്നു. മുഖ്യമന്ത്രി വരെ കണ്ടിരുന്നു. എന്നാൽ ADGP MR അജിത് കുമാർ നിയോഗിച്ച സംഘത്തെയാണ് അന്വേഷണം ഏൽപ്പിച്ചത്. മാമി തിരോധാന കേസിൽ അജിത് കുമാർ ഇടപെട്ടുവന്ന PV അൻവർ MLA ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.